ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നമുക്കിന്ന് വൈകുന്നേരത്തേക്ക് ഒരു പലഹാരം ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്കൊരു 2-3-4 സവാള എടുത്താൽ അതുകൊണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഒരു 3 പേർക്ക് സുഖമായിട്ട് കഴിക്കാം കേട്ടോ. ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു 4 സവാളയാണെങ്കിൽ. അപ്പോൾ അതെടുത്ത് നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്ത് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കറിവേപ്പില വേണം. കറിവേപ്പില ആവശ്യത്തിന് അതിനകത്തേക്ക് ഇടണം. പിന്നെ അതിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് കടലമാവാണ് കേട്ടോ. കടലമാവെന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ശരീരത്തിനും കൂടി നല്ലൊരു സാധനം കേട്ടോ കടലമാവെന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അതിനകത്തേക്ക് ഇട്ടു. കടലമാവിൻ്റെ അളവെന്ന് പറയുന്നത് സവാളയെ അപേക്ഷിച്ച് കുറവായിരിക്കണം. അതിങ്ങനെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊടി ആ സവാളയിൽ ഇങ്ങനെ പൊടി തൂളിയിട്ടേക്കുന്നത് പോലെ ആകാവുള്ളൂ. കാരണം അത്രയ്ക്കാണ് കടലമാവ് പാടുള്ളൂ, കൂടാൻ പാടില്ല. കൂടിയിട്ടുണ്ടെങ്കിൽ അത് കൊള്ളൂല. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഇങ്ങനെ ആക്കി പെട്ടെന്ന് ഇത് ശരിയാക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ച് സമയം പിടിക്കും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അതിൻ്റെ രീതിയിൽ അത് മൊത്തം മിക്സ് ചെയ്തെടുത്ത് അതെല്ലാം അടിയിലൊക്കെ ഇങ്ങനെ ആ പൊടിയൊക്കെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും. കടലമാവിൻ്റെ പൊടിയെ അതിനെല്ലാം ഇത് പെട്ടെന്ന് കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആകെ നാശമാകും അത്. അപ്പം അത് നമ്മൾ അതിൻ്റെ പതുക്കെ വേണം ചെയ്യാൻ. കുറച്ച് കായപ്പൊടി ഞാൻ അതിനകത്തേക്ക് ഇട്ടു. വേറെ ഒരു ഇൻഗ്രീഡിയൻസും അതിന് വേണ്ട കേട്ടോ. നന്നായിട്ട് കറിവേപ്പിലയും കൂടെ കുടിപ്പിച്ചിട്ട് ഇളക്കി കുറച്ച് നേരം ഞാൻ വെച്ചായിരുന്നു. അതിൻ്റെ ആ ഒരു രീതിയിലാക്കി വെച്ചായിരുന്നു. സവാളയാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതതിനകത്തേക്ക് ഇട്ട് ഇങ്ങനെ കുറച്ചേ ഇടാവുള്ളൂ കേട്ടോ. ഇങ്ങനെ കുറച്ച് കൈ കൊണ്ട് എടുത്തിട്ട് സ്പൂണ് കൊണ്ടൊക്കെ ഇട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിലും നല്ലത് നമ്മൾ കൈ കൊണ്ട് കറക്റ്റ് നമുക്ക് ഒരു അളവ് കിട്ടും. നമുക്ക് നന്നായിട്ട് ഒന്ന് പരത്തിയും കൂടി ഒന്ന് അതിനകത്തേക്ക് ഇടാൻ പറ്റും. അങ്ങനെ ഇടുവാണെങ്കിലേ ഉള്ളൂ ആ സവാള നന്നായിട്ട് വേകുള്ളൂ. ഇങ്ങനെ പരന്ന് കിടന്നാൽ സ്പൂണും കൊണ്ടൊക്കെ നമ്മൾ ഇടുമ്പോൾ അതിനൊരു കട്ടയായിട്ടല്ലേ വന്ന് ചാടുന്നത്. അപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഉള്ളു വേകില്ല. ഞാൻ പലതവണ ചെയ്തിട്ട് അങ്ങനെ ശരിയായിട്ടില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ഇപ്പോൾ കൈ കൊണ്ടാട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ നന്നായിട്ട് വരും. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കേ. ഇതുപോലെ തന്നെ ഒട്ടും പാടില്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്ക്, നമ്മുടെ കുട്ടികൾക്കൊക്കെ വൈകിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാനൊക്കെ നല്ലൊരു സ്നാക്സായത്. അപ്പം അത് നന്നായിട്ട് ആവശ്യത്തിന് ആദ്യം നമ്മൾ തീ കൂട്ടി വെച്ചിട്ടാണോ നമ്മളിത് ഇടുന്നത്, അപ്പം തന്നെ നമ്മൾ തീ കുറയ്ക്കണം. നല്ല കട്ടിയുള്ള പാത്രമായിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം നമ്മുടെ സവാള ബജി റെഡിയായി. ഞാൻ ഓരോന്നായിട്ട് കോരിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ ചെറിയ ആ 3-4 സവാള അത് ചെറുതായിരുന്നു കേട്ടോ, തീരെ ചെറുതായിരുന്നു കേട്ടോ. അതിന് നമുക്ക് ഇത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിതേ കടിഞ്ചായ, അതിൻ്റെ കൂടെ വൈകിട്ട് കടിഞ്ചായ കേട്ടോ എനിക്കിഷ്ടം. വൈകിട്ട് പലഹാരത്തിൻ്റെ കൂടെ കടിഞ്ചായ റെഡിയാക്കി. അപ്പോൾ നമുക്കിതേ കടിഞ്ചായയിൽ മധുരം ഇടുവാണ്. ഒരുപാട് മധുരമൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ 1/2 മധുരം ഇടുള്ളൂ കടിഞ്ചായയിൽ. കടിഞ്ചായയും റെഡിയാക്കി നമ്മൾ പുറത്തുനിന്ന് വെറുതെ വൃത്തിയില്ലാത്ത ഭക്ഷണങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നതിൽ എത്രയോ നല്ലതാണ് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണേ. അപ്പോൾ ടാറ്റാ.